നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ബാബയുടെ അവസാനത്തെ 3 വാക്കുകൾ ഇപ്പോഴും പാണ്ഡവ ഭവനിൽ പ്രതിധ്വനിക്കുന്നു. ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ദിവ്യവുമായ നിമിഷം നമുക്ക് പ്രിയപ്പെട്ട ദാദിജിയോടൊപ്പം അനുഭവിക്കാം. अमर कहानी ब्रह्मा की, अमर कहानी ब्रह्मा की, स्वर्णिम दुनिया लाएगी, स्वर्णिम दुनिया लाएगी. ബാബ തൻ്റെ മധുരമായ കുട്ടികൾക്ക് അവസാനമായി ശുഭരാത്രി നേർന്നതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് എത്തിച്ചേർന്നു. ആ രാത്രിയിൽ ബാബയുടെ മുറിയിലേക്ക് ശക്തമായ ഒരു വലിവ് ദാദിക്ക് അനുഭവപ്പെട്ടു. ദാദി പറയുന്നു, ഞാൻ മുറിയിലേക്ക് കടന്ന ഉടനെ ബാബയുടെ മുഖത്ത് തികഞ്ഞ സമാധാനവും ദൈവികതയും തിളങ്ങുന്നത് ഞാൻ കണ്ടു. ബാബ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ആ അവസാന നിമിഷം എൻ്റെ കൈ ബാബയുടെ കയ്യിലായിരുന്നു. ബാബ എനിക്ക് നിരന്തരം ദൃഷ്ടി നൽകിക്കൊണ്ടേയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബാബയുടെ കൈ തളർന്നു പോയതായി എനിക്ക് തോന്നി. എൻ്റെ ബാബ പറന്നകന്നു കഴിഞ്ഞിരുന്നു. എൻ്റെ കരങ്ങൾ ബാബയുടെ കരങ്ങളുടെ ഉള്ളിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ബാബയുടെ എല്ലാ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എനിക്ക് നൽകിയെന്ന്. ആ നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ബാബയുടെ മൃതദേഹം കട്ടിൽ കിടത്താൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചു. അതിനിടയിൽ ഡോക്ടർ എത്തിച്ചേർന്നു. ബാബയെ പരിശോധിച്ച ശേഷം ബാബ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് അറിയിച്ചു. എങ്കിലും ബാബ പോയി എന്ന തോന്നൽ എനിക്ക് വന്നതേയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ബാബ ഇപ്പോഴും ഇവിടെയുണ്ട്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാബ ഇപ്പോഴും ഇവിടെയുണ്ട്. ബാബ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ബാബ എന്നെ വളരെയധികം ശക്തികൾ കൊണ്ട് നിറച്ചിരുന്നു. ഞാൻ എല്ലായിടത്തും വിളിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് നാടകത്തിൽ വരാനുള്ളതായിരുന്നു. താങ്കൾക്ക് നാടകം ഓർമ്മയുണ്ടോ? ബാബ അവ്യക്തമായി വരാനാഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എന്നാലും ആരും ഒരു കണ്ണുനീർ പോലും പൊഴിക്കാൻ പാടില്ല. ബാബ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ബാബ സ്വന്തം കയ്യിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ധൈര്യം പകർന്നു തന്നു. ഞാൻ വളരെ സ്ഥിരതയുള്ളവളായി തുടർന്നു. എന്താണ് സംഭവിച്ചത്, ഇനി എന്ത് സംഭവിക്കും എന്നൊന്നും എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഉറച്ച വിശ്വാസമായിരുന്നു, അവസാനം വരെ നമ്മുടെ പഠനം തീർച്ചയായും തുടരുമെന്നുള്ളത്. ഈ രീതിയിലാണ് ബാബ നിമിത്തമായ പ്രകാശ് മണി ദാദിയെയും
മൻമോഹിനി ദീദിയെയും ശക്തരാക്കി മാറ്റിയത്. ഈ രീതിയിൽ ബ്രഹ്മബാബ സൂക്ഷ്മലോകത്തേക്ക് എല്ലാം ഉപേക്ഷിച്ച് യാത്രയായി. പിന്നീട് ബാബ അവിടെ നിന്നും എല്ലാം വീക്ഷിക്കുന്ന ആളായി മാറി. അധികം താമസിയാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബാബയുടെ മക്കൾ മധുബനിലേക്ക് വളരെ വേഗം തന്നെ എത്തിച്ചേർന്നു തുടങ്ങി. നിരവധി കുട്ടികൾ എത്തിയതോടെ അത് ഒരു വലിയ മേളയായി മാറി. അവിടെ എത്തിച്ചേർന്ന ബാബയുടെ കുട്ടികൾ അധികം വൈകാതെ ബാബയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെട്ടു. ആ പരിധിയുള്ള ശരീരം ഇപ്പോഴും വളരെ തിളക്കത്തോടെയും പുതുമയോടെയും തന്നെ നിലകൊണ്ടിരുന്നു. അവർ ബാബയുടെ മുഖത്തേക്ക് സ്നേഹപൂർവം നോക്കിയപ്പോൾ ബാബ അവരോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി, നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ, എല്ലാം ശരിയാണോ? നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങളെ ആരെയും വിട്ടുപോയിട്ടില്ല. പകരം ഞാൻ ഈ ഭൗതിക ശരീരത്തെ മറികടന്നവനായിരിക്കുന്നു. ഭാവിയിൽ നിങ്ങൾക്കായി കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഇവിടെയാണ് ഉള്ളത്. ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുപോവുകയില്ല. ഈ രീതിയിൽ പല നിശബ്ദ സന്ദേശങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചു. ചില കുട്ടികൾക്ക് ഇങ്ങനെ തോന്നി, ബാബയുടെ കമലഹസ്തങ്ങളും പാദങ്ങളും ചലിക്കുന്നുണ്ട് എന്ന്.